പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ സമ്പത്ത് വാരിക്കൂട്ടാൻ യോഗം തെളിയുന്ന നക്ഷത്രജാതകർ. പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനായ അഘോരി ബാവയുടെ പ്രവചനം ഇതുവരെയും തെറ്റിയിട്ടില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഓരോ നക്ഷത്രജാതകരെക്കുറിച്ചും എങ്ങനെയാണെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ തന്നെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. ഭാവയുടെ പ്രവചനം കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയത്തിന് ഉത്തമ കാലഘട്ടമാണ്. ഉപരിപഠനത്തിന് അഡ്മിഷൻ തേടുന്നവർക്ക് നല്ല കാലം തന്നെ. കുടുംബസൗഖ്യം, ഗൃഹം നന്നാക്കൽ, സ്നേഹബന്ധം ഉറപ്പിക്കൽ, ധനം, ധാന്യം, കീർത്തി എന്നിവ അനുഭവമായിട്ട് ഭവിക്കും. കുടുംബസ്വത്തുക്കൾ ഭാഗം വെച്ച് ഭൂമിയുടെ ധനമോ വന്നു ചേരാൻ ഉള്ളൊരു യോഗം കൂടി ഈ ഓഗസ്റ്റ് മാസത്തിൽ കാണുന്നുണ്ട്. സാങ്കേതിക വിദ്യാരംഗത്തുള്ളവർക്ക് പുരോഗതി, ഉന്നതമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഹല്യം, ബാങ്കിങ്, ടീച്ചിങ്, നഴ്സിംഗ്, മെഡിക്കൽ, കമ്പ്യൂട്ടർ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. കലാകാരന്മാർക്കും കൈത്തൊഴിൽ ചെയ്യുന്നവർക്കും സംഗീതജ്ഞർ, എഴുത്തുകാർ എന്നിവർക്കും നല്ല സമയമാണ്. കലാകാരന്മാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ, അംഗീകാരങ്ങൾ, പ്രശസ്തി എന്നിവ ലഭിക്കും. വിദേശയാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് വിസ നിയമങ്ങൾ കൃത്യമായി പരിശോധിച്ചുറപ്പിച്ചു പോയാൽ അവിടെ തൊഴിൽ നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ശാസ്താവിന് നീരാഞ്ജനം, ശിവന് ജലധാര, ദേവിക്ക് കുങ്കുമാർച്ചന എന്നിവ ചെയ്ത് പ്രാർത്ഥിക്കണം. ഇനി രോഹിണി നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കാം. വ്യാഴൻ ലഗ്നത്തിൽ ഉദിച്ചു നിൽക്കുന്ന കാലമാണ്. ശാരീരികമായും മാനസികമായും ശത്രുപരമായും അനുഭവിച്ചു വന്നിരുന്ന ദോഷങ്ങൾക്ക് ശമനം ഉണ്ടാകും. വ്യാഴോദയം മുഖശോഭ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ മാന്യമായ പുരോഗതി ഉണ്ടാകും. തൽക്കാലം തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നത് അനുകൂല സമയം തന്നെയാണ്. വിദ്യാർത്ഥികൾക്കും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. കച്ചവടം, കയറ്റിറക്ക് വ്യാപാരം എന്നിവയിൽ നിന്നെല്ലാം ധനം പ്രതീക്ഷിക്കാം. കർഷകർക്ക് ആദായം ലഭിക്കും. കമ്പ്യൂട്ടർ സ്ഥാപനങ്ങൾ, ചെറുകിട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായങ്ങൾ എന്നിവ നടത്തുന്നവർക്കും സമയം അനുകൂലമാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് രക്തപുഷ്പാഞ്ജലി, ശിവന് ജലധാര, ഗണപതിക്ക് അപ്പം, വഴിപാട് എന്നിവ സമർപ്പണം നടത്തി പ്രാർത്ഥിക്കണം. ഇനി തിരുവാതിര നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കാം. തിരുവാതിര നക്ഷത്രജാതകർക്ക് സാമ്പത്തികമായി പുതിയ ചില കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിനെ സംബന്ധിച്ചോ ഗൃഹനിർമ്മാണം മൂലമോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയോ ബാധ്യതകൾ വരുമെങ്കിലും ഇവരുടെ സ്ഥിര ഉത്സാഹത്താൽ അവ പരിഹരിക്കും. കഫരോഗങ്ങളോ ഞരമ്പ് രോഗങ്ങളോ താൽക്കാലികമായി അലട്ടിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, കമ്പ്യൂട്ടർ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ പരീക്ഷാ വിജയങ്ങളും, പുതിയതായി പ്രവേശിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന കോഴ്സുകൾക്ക് ചേരുന്നതിന് അവസരവും ഉണ്ടാകും. നേതൃസ്ഥാനത്തുള്ളവർക്ക് അനുകൂല സമയമാണ്. രോഗികൾക്ക് ആശ്വാസവും ഉണ്ടാകും. ഇവർ ദോഷപരിഹാരത്തിന് ശിവന് ജലധാര, ചോറ്റാനിക്കര ദർശനം, വിഷ്ണുവിന് പാൽപായസം എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി ആയില്യം നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കാം. ആയില്യം നക്ഷത്രജാതകർക്ക് വ്യാഴൻ്റെയും സൂര്യൻ്റെയും ഇഷ്ടസ്ഥിതി ഇവർക്ക് ഭൂമി സംബന്ധമായ ലാഭങ്ങളും ഐശ്വര്യങ്ങളും ഭാഗ്യ അനുഭവങ്ങളും സമ്മാനിക്കും. സഹോദരങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ, ജോലി സംബന്ധിച്ചിട്ടുള്ള അഭിവൃദ്ധി, വിരോധിച്ചിരുന്നവരുമായി സന്ധികളിൽ ഏർപ്പെട്ട് ഒരുമിക്കുകയും അതുപോലെ തന്നെ ലഭിക്കേണ്ടിയിരുന്ന ആഭരണങ്ങൾ, പണം എന്നിവ ലഭിക്കുകയും ചെയ്യും.
സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കൈവരിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഗൃഹം നന്നാക്കുന്നതിനോ പുതിയ ഗൃഹം പണിയുന്നതിനോ ഉള്ള അവസരവും ഉണ്ടാകും. സന്താനങ്ങൾക്ക് വിവാഹാദി മംഗളകാര്യങ്ങൾ ഉറപ്പിക്കുന്നതിനുള്ള പൂർണ്ണ ദൈവാധീനം ഉണ്ട്. സന്താനം കാംക്ഷിക്കുന്നവർക്ക് സൽസന്താനത്തിന് അവസരവും ഉണ്ട്. മുൻ ബാധ്യതകൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. രോഗികൾക്ക് ആശ്വാസം ഉണ്ടാകും. കുടുംബദേവതാ പ്രീതി വരുത്തുന്നത് ഉത്തമമാകുന്നു. ബിസിനസ്സുകാർക്ക് നേട്ടവും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂല സമയവും ആണ്. കുടുംബത്തിൽ വിവാഹാദി മംഗളകാര്യങ്ങൾക്ക് അവസരം ഉണ്ടാകും. കാൽമുട്ടുവേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് നാഗരാജാവിന് 100 പാലും നടത്തുക, നാഗക്ഷേത്രങ്ങൾ ദർശനം നടത്തുക, വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്താനും ഒന്ന് നോക്കുക. ഇനി നമുക്ക് ഉത്രം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ആരോഗ്യനിലയിലും സാമ്പത്തിക നിലയിലും മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. മുടങ്ങിയ വിവാഹങ്ങൾ അനുകൂലമായി തിരികെ വരും. പൂർവികരാൽ സ്വത്ത് ഗുണം ഉണ്ടാകും. ധനസ്ഥാപനങ്ങളിൽ നിന്ന് ധനലാഭം പ്രതീക്ഷിക്കാം. യോഗ്യരായ മക്കൾക്ക് അതിനനുസൃതമായ തൊഴിൽ ലഭിക്കും. നേതൃസ്ഥാനത്തുള്ളവർക്ക് അനുകൂല സമയമാണ്. സാധാരണ തൊഴിലിൽ ഏർപ്പെടുന്നവർക്ക് നിക്ഷേപ മാർഗങ്ങൾ ഉണ്ടാകും. വാഹനം കൈകാര്യം ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് വിസ നിയമങ്ങൾ കൃത്യമായി പരിശോധിച്ചുറപ്പിച്ചു പോയാൽ അവിടെ തൊഴിൽ നേട്ടം പ്രതീക്ഷിക്കാം. കിടപ്പ് രോഗികൾക്ക് തക്കതായ ചികിത്സകൾ മൂലം ആശ്വാസം ലഭിക്കും. ഈ കൂറുകാർക്ക് പൊതുവെ പരിശ്രമങ്ങളാൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന സമയമാണ്. ഇവർ ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി, സർപ്പപ്രീതി എന്നിവ വരുത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തൃക്കേട്ട നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇന്നലെ വരെ അനുഭവിച്ചു വന്നിരുന്ന സാമ്പത്തികവും മാനസികവുമായ ക്ലേശങ്ങൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ മുതൽ ഒരു പരിധിവരെ മാറ്റങ്ങൾ കൈവരും. ഭൂമി വാങ്ങുന്നതിനും ഗൃഹം നന്നാക്കുന്നതിനും അവസരം ഉണ്ടാകും. കുഞ്ഞുങ്ങളുടെ പഠനത്തിന് അഭിവൃദ്ധി ഉണ്ടാകും. പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ പരീക്ഷാ വിജയങ്ങളും പുതിയതായി പ്രവേശിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന കോഴ്സുകൾക്ക് ചേരുന്നതിന് അവസരവും ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സാമാന്യ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും തൊഴിലാളികൾക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ഗൃഹത്തിൽ പുതിയ ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയും. മാനസിക സംതൃപ്തി അനുഭവപ്പെടും. മധ്യവയസ്കർക്കും കാലം അനുകൂലമാണ്. പ്രായമായവർക്ക് മാനസിക സംതൃപ്തി അനുഭവപ്പെടും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന, പാൽപായസ നിവേദ്യം, ദേവിക്ക് കുങ്കുമാർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി ഉത്രാടം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. അല്പം സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്ന കാലമാണ്. ക്രമേണ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു വരികയും സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ കൈവരുകയും ചെയ്യും. പൊതുവെ ഇവർ നീതിമാന്മാരായതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും സഹായഹസ്തങ്ങൾ നീണ്ടുവരികയും ചെയ്യും. പൊതുവെ സമാധാന അന്തരീക്ഷം ഉള്ളതുകൊണ്ട് ഓണം പോലെ ജീവിതം നയിക്കാൻ സാധിക്കും. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തും. സർപ്പക്ഷേത്ര സമീപമാണ് താമസം എങ്കിൽ അവിടെ സർപ്പ ആരാധന നടത്തുകയും 100 പാലും കൊടുക്കുകയും ചെയ്താൽ ജീവിത വിജയം ഇവർക്ക് ഒപ്പമായിരിക്കും. ഇനി രേവതി നക്ഷത്ര ജാതകരെക്കുറിച്ചൊന്ന് നോക്കാം. കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങൾ ഒഴിഞ്ഞു തുടങ്ങി. ദാമ്പത്യ ജീവിതത്തിനും സന്താനങ്ങൾ അനുകൂല സമയമാകുന്നു. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടന്നു തുടങ്ങുമ്പോൾ ആത്മവിശ്വാസവും ധൈര്യവും കൈവരും. ഗൃഹം നന്നാക്കുന്നതിനും ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും സാധിക്കും. വിദേശയാത്ര കാംക്ഷിക്കുന്നവർക്ക് അവിടെ തക്കതായ ബന്ധുബലം ഉണ്ടെങ്കിൽ അവിടെ വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. വിവാഹപ്രായമായവർക്ക് വിവാഹയോഗം, സാങ്കേതിക വിദ്യ പഠിച്ചവർക്ക് അതനുസരിച്ചിട്ടുള്ള ഗുണങ്ങൾ എന്നിവ ഉണ്ടാകും. ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ, പേര്, പ്രശസ്തി എന്നിവ കൈവരും. കായികം, അഭിനയം, നൃത്തം, രചന, ഗാനം എന്നീ കലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂല സമയം ആകുന്നു. അവർക്ക് അപ്രതീക്ഷിതമായ അംഗീകാരങ്ങളും
സാമ്പത്തിക നേട്ടങ്ങളും കൈവരുന്നതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഇവർ ദോഷപരിഹാരത്തിന് ക്ഷേത്രത്തിൽ അർച്ചന, പാൽപ്പായസം നിവേദ്യം എന്നിവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക.